മക്കളെ നമ്മളപ്പോൾ ആ സെക്ഷനിലെ ലാസ്റ്റ് തീരത്തിലോട്ട് പോവുകയാണ്. വീഡിയോസ് ഞാൻ ഇടുന്നൊന്നും നിങ്ങൾ നോക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. 3-4 വ്യൂസൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ അത് നോക്കാൻ നോക്കുക. ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലംസ് ആയിരിക്കാം. നെറ്റ് സ്പീഡുള്ള സമയത്ത് അത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ അനലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ള ഈ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള സെക്ഷനിൽ ലാസ്റ്റ് തീരത്തിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ബൈലീനിയർ ട്രാൻസ്ഫർമേഷൻ, അതായത് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫർമേഷൻ. ആ ട്രാൻസ്ഫർമേഷനിലോട്ടാണ് ഇനി അടുത്ത് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആ സെക്ഷനിൽ നമ്മൾ തുടങ്ങി വെച്ച സെക്ഷനിൽ ലാസ്റ്റ് തീരത്തിലോട്ട് പോവാം. അപ്പോൾ തീരം എന്താ പറയുന്നത്? ജി ബി ഐദർ ദി ഹോൾ പ്ലെയിൻ സി. ജി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എടുക്കാറ് ഇതിൽ ഓപ്പൺ സെറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജി എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ സി ആവാം, അല്ലെങ്കിൽ എന്തെന്നാ പറയുന്നത്? ഓപ്പൺ ഡിസ്ക് ഇൻ സി. ആൻഡ് ഇഫ് യു ഫ്രം ജി ടു ആർ ഈസ് ഹാർമോണിക്, ദെൻ യു ഹാസ് എ ഹാർമോണിക് കോൺജുഗേറ്റ്. ഹാർമോണിക് എന്താണെന്നറിയാം. ഒരു ഫംഗ്ഷൻ എപ്പോഴും ഹാർമോണിക്കാന്ന് പറയുക അല്ലേ? അത് ഞാൻ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ജനറലായിട്ട് നിങ്ങൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസസ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ they are continuous functions with continuous partial derivatives satisfying the condition dou square by dou x square plus dou square by dou y square equal to 2-dimensional Laplace equation ആണെങ്കിൽ 2-dimensional കേസിൽ 2-dimensional Laplace equation സാറ്റിസ്ഫൈ ചെയ്യാൻ dou square by dou x square plus dou square by dou y square equal to 0 അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ നമ്മളിവിടെ 2-dimensional ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. കാരണം 2-dimensional പ്ലെയിനിലാണല്ലോ നമ്മൾ, കോംപ്ലക്സ് പ്ലെയിനിലാണല്ലോ, അതുകൊണ്ട് 2-dimensional കേസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹാർമോണിക് ഫംഗ്ഷൻ, അപ്പോൾ യു എന്ന് പറയുന്ന ജി എന്ന് പറയുന്ന ആൾ ഒന്നുമില്ലെങ്കിൽ ഹോൾ സി കോംപ്ലക്സ് പ്ലെയിൻ ഓർ ഓപ്പൺ ഡിസ്ക് ആണെങ്കിൽ എന്തെന്നാ പറയുന്നത്? ആറ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എന്തെന്നാ ഇവിടെ എന്താ പറയുന്നത്? യു ഹാസ് എ ഹാർമോണിക് കോൺജുഗേറ്റ്. സോ വാട്ട് ഈസ് a harmonic conjugate of a harmonic function? So notes നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം. ഹാർമോണിക് കോൺജുഗേറ്റ് മീൻസ് സപ്പോസ് v is the harmonic conjugate of u. v is the harmonic conjugate of u. Then what is the condition that v is to be satisfied? That means u plus iv is analytic. The harmonic conjugate of a function u is a function is a real valued function v such that u plus iv is analytic. u plus iv is analytic. If u plus iv is analytic, we can say that u is the harmonic conjugate of v, or v is the harmonic conjugate of u. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? യു എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ സിയിൽ നിന്നോ ഉള്ള ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇവിടെ ഡൊമൈൻ ആറാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കണേ. ദെൻ യു ഹാസ് എ ഹാർമോണിക് കോൺജുഗേറ്റ്. യുവിന് എന്തായാലും ഹാർമോണിക് കോൺജുഗേറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ കോഡൊമൈൻ ആറാണ്. ഡൊമൈൻ നോക്കൂ, ഒന്നുമില്ലെങ്കിൽ സി അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് ഇൻ സി. ഒന്നുമില്ലെങ്കിൽ സി അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് ഇൻ സി. അങ്ങനെ അത് ഡൊമൈനായിട്ട് വരുന്ന ഹാർമോണിക് ഫംഗ്ഷൻ എല്ലാം ഹാർമോണിക് കോൺജുഗേറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ ഫൈൻഡ് അനദർ ഫംഗ്ഷൻ വി സച്ച് ദാറ്റ് യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. ഓക്കെ. സോ ടു പ്രൂവ് ദിസ് തിയറം വി യൂസ് ലെബനിസ് റൂൾ. ലെബനിസ് റൂൾ അടുത്ത സെക്ഷനിൽ വരുന്നൊരു സാധനമാണ്, റീമാൻ സ്റ്റേജസ് ഇൻ്റഗ്രലിൽ വരുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് അത് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടത് കേട്ടോ. അപ്പം നമ്മൾക്ക് ലെബനിസ് തിയറം നമ്മൾ അടുത്ത സെക്ഷനിൽ പ്രൂവ് ചെയ്യാം. അടുത്ത സെക്ഷൻ മീൻസ് അടുത്ത മൊഡ്യൂളിൽ പ്രൂവ് ചെയ്യാനുണ്ട്. അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെബനിസ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ആ റൂൾ എന്താണെന്ന് ഇത് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എസ് കൊമ ടി ഡി എസ്. ജി കണ്ടിന്യൂസ് അങ്ങനെയാണെങ്കിൽ ഡോ ഫൈ ബൈ ഡോ ടി എക്സിസ്റ്റ് ആൻഡ് ഇത് എക്സിസ്റ്റ് ചെയ്യും. ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എസ് കൊമ ടി ഡി എസ് എന്ന രൂപത്തിലുള്ള
ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? അതാണ് ജി ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി, ടിക്ക് വിത്ത് റെസ്പെക്റ്റ് ആണല്ലോ ഡിഫറൻസിയേഷൻ പറയുന്നത്. ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി, ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി, ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എസ് കോമ ടി ഡി എസ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി എന്ന് പറയുമ്പോൾ ജി ഡാഷ് ഓഫ് ടി, ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എസ് കോമ. ഇവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഫൈ ഡിപ്പെൻഡ്സ് ഓൺ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈ മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇവിടെ വന്നില്ലേ, അപ്പോൾ മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഈ സൈഡ് ഇൻ്റഗ്രൽ എ ടു ബി ഡോ ഫൈ ബൈ ഡോ ടി ഡി എസ് എന്ന് പറഞ്ഞു പാർഷ്യൽ ഡെറിവേറ്റീവ് ആയത്. കാരണം ഇവിടെ ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല, സിൻസ് ദർ എക്സിസ്റ്റ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എസ് ആൻഡ് ടി ആൻഡ് ഫൈ ഡിപ്പെൻഡ്സ് ഓൺ ദീസ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തീരത്തിലോട്ട് പോവാം, പ്രൂഫിലോട്ട് പോവാം. നിങ്ങൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ട എന്താ? വി നീഡ് ടു ഫൈൻഡ് എ ഹാർമോണിക് കോൺജുഗേറ്റ് ഫോർ യു. ഹാർമോണിക് കോൺജുഗേറ്റ് ഫോർ ദിസ് യു. വാട്ട് ഈസ് മീൻ ബൈ ഹാർമോണിക് കോൺജുഗേറ്റ്? A function v is said to be harmonic conjugate of u if u plus iv is analytic. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താ, ഓപ്പൺ ഡിസ്ക് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ജി എന്ന് പറയുന്ന ഏത് കോംപ്ലക്സ് ഹോൾ കോംപ്ലക്സ് പ്ലെയിൻ ഓർ ഓപ്പൺ ഡിസ്ക് ഇൻ സി. സോ യു ജസ്റ്റ് ടേക്ക് ജി ആസ് ഓപ്പൺ ഡിസ്ക് B0R, സെൻറ്റർ അറ്റ് 0 ആൻഡ് റേഡിയസ് ആർ. ആറിൻ്റെ പ്രത്യേകത എന്താ? ഈ ആറിൻ്റെ പ്രത്യേകത എന്താ? റിയൽ നമ്പർ പ്രത്യേകത എന്താ? 0 ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ആ രീതിയിലൊരു ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്തു, ബോൾ കൺസിഡർ ചെയ്തു. ആൻഡ് ലെറ്റ് യു ഫ്രം തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതിയെന്ന് മാത്രമേ. ജി ടു ആർ ബി എ. അപ്പോൾ ജി എന്താണെന്ന് എടുത്തു, ജി ടു ആർ എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇറ്റ് ഈസ് ഇനഫ് ഇഫ് യു ഫൈൻഡ് എ ഹാർമോണിക് ഫംഗ്ഷൻ വി സച്ച് ദാറ്റ് യു പ്ലസ് ഐ വി സാറ്റിസ്ഫൈസ് ദി കോഷി-റീമാൻ ഇക്വേഷൻ. യു പ്ലസ് ഐ വി ഇവിടെ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൽ ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആയിട്ട് മാറുകയാണ്. കാരണം എന്താ? യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ ദേ ആർ ഡിഫറൻഷ്യബിൾ ആൻഡ് ദി ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ്. അപ്പോൾ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ കോഷി-റീമാൻ ഇക്വേഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അനലിറ്റിസിറ്റി വരും അല്ലേ. അപ്പോൾ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആയിട്ട് മാറും കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൽ ഇവിടെ. കാരണം എന്താ? യുവും വിയും ഹാർമോണിക് ഫങ്ഷൻസ് ആയതുകൊണ്ട്, യുവും വിയും ഹാർമോണിക് ഫങ്ഷൻസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്, വിത്ത് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സോ അവർ satisfying the Cauchy-Riemann equation is a necessary and sufficient condition for the function to be analytic. Is it clear? So we need to find such a v such that our v, u and v must satisfy the Cauchy-Riemann equation. What is your Cauchy-Riemann equation? Dou u by dou x is equal to, you just recollect, ux is equal to vy and uy is equal to minus vx. Okay, this is your Cauchy-Riemann equation. Now suppose you define your v as like this: v of xy is equal to integral 0 to y ux of x comma t dt plus phi of x. Is it clear? Now we will show that this v, we have to find v. We define v as v of x comma y is equal to integral 0 to y ux of x comma t dt plus phi of x. We need to evaluate this phi of x. After finding v, we have to check whether our u and v must satisfy the Cauchy-Riemann equation or not, because we need such a harmonic function v such that u plus iv is analytic. For u plus iv to be analytic, u and v must satisfy the Cauchy-Riemann equation. Okay, so now you need to evaluate this phi of x. So you just put v of xy, you just
take v of xy as integral 0 to this, you have to keep in your mind. Otherwise, you can't prove the remaining part. Okay. Then differentiating both sides of this equation with respect to x. Here we use our Leibniz equation, Leibniz rule. I think Leibniz rule is clear to you. Okay. So, differentiating both sides of this equation with respect to x. So, dou v by dou x. Here also there are two independent variables. V depends on two independent variables. So, here also the derivative is partial. So, we just take dou v by dou x. Vx. Okay. Now, here you have to apply the Leibniz rule. By applying Leibniz rule, what will happen to this integral? G dash of t is equal to integral a to b dou phi by dou t. So here also this dou u by dou x. So dou square u by dou x square. You are differentiating with respect to x. Okay, plus phi dash of x. You know that your given u is harmonic. This harmonic means it satisfies the second order Laplace equation. അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. From this relation, we obtain that uxx is equal to minus uyy. So you just substitute in the place of uxx as minus uyy since u is harmonic. Okay. Now, you just integrate. This is a definite integral. So you just integrate. What will happen to the integral? ഒരു ഡെറിവേറ്റീവ് പോകും അല്ലേ? minus uy of x comma t integral 0 to y pi dash of x. You upper and lower definite integral f of x within the limit a to b f of b minus f of a. So by applying the limit of the integral, we arrived at this relation uy of x comma 0, uy of minus uy of x comma y plus phi dash of x. Then from this relation, you can find phi dash of x. What is your phi dash of x here? Phi dash of x is equal to, what will happen to these two terms? What will happen to these two terms? ഇവിടെ phi dash of x ഇവിടെ നിർത്തി ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ ടേം യു വൈയും അങ്ങോട്ട് കൊണ്ടുപോയി. എന്ത് സംഭവിച്ചു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 0 ആയി പോവുകയാണ്. എങ്ങനെ 0 ആവുന്നത്? നമ്മൾ ഈ വി എന്ന് പറയുന്ന ആള് എങ്ങനെ ചൂസ് ചെയ്യുന്നത്? വി നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഏത് അർത്ഥത്തിലാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? വി ഹാർമോണിക് ആവണം, അതുപോലെ ഹാർമോണിക് കോൺജുഗേറ്റ് ആവണം. ഹാർമോണിക് കോൺജുഗേറ്റ് ആവണമെങ്കിൽ ഇയാൾ എന്തായിരിക്കണം? ഇയാള് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ വി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് യു വൈ. വി എക്സ് എന്ന് പറയുന്നത് മൈനസ് യു വൈ. അപ്പോൾ ഇത് രണ്ടെണ്ണം എന്തായിട്ട് മാറും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള ആളെ ഇവിടെ എഴുതി ഫൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ ഓഫ് എക്സ് കൊമ 0. ഇനി നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 ആണല്ലോ നമ്മളുടെ വി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വി കിട്ടി. ആൻഡ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള യുവും വിയും എങ്ങനെയുള്ള യുവും വിയും ആണ്? കോഷി റീമാൻ ഇക്വേഷൻ. CR ഇക്വേഷൻ എന്ന് ഞാൻ എഴുതുന്നത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന യുവും വിയും ആണ്. സോ യു പ്ലസ് ഐ വി എന്തായിരിക്കും? ഹെൻസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് അനലിറ്റിക്. ദാറ്റ് മീൻസ് വി ഇസ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു. ഓക്കെ. സോ ഇത് പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. യു തന്നിട്ട് ഹാർമോണിക് കോൺജുഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അത് പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത നോട്ട്സ് ഇന്നലെ ആഴ്ചയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഹാർമോണിക് കോൺജുഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും എങ്ങനെയുള്ള ഹാർമോണിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ യു ഫ്രം ജി ടു ആർ, ജി എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്കോ അല്ലെങ്കിൽ ഹോൾ കോംപ്ലക്സ് പ്ലെയിനോ ആണെങ്കിൽ അങ്ങനെയുള്ള ഹാർമോണിക് ഫംഗ്ഷൻ എന്തായാലും ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ.